അവർക്ക് സ്വീകരിക്കാവുന്ന വിധം സ്പഷ്ടമാണ്. പിന്നെന്തിന് തർക്കം വേണം? നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ മസ്തിഷ്കം കൊണ്ട് ഈ ഭൂമിയുടെ കൺട്രോൾ ആരുടെ കയ്യിലാ? നമ്മുടെ കേരളത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ കൺട്രോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലില്ല. എന്തിനു പറയണം? അയാളുടെ തലയിലെ രോമം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും ഇല്ല. പ്രധാനമന്ത്രിക്കുമില്ല, പ്രസിഡന്റിനുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ അതും അയാൾ തീരുമാനിക്കുന്നവരെ ഭരിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മരിക്കേണ്ടി വരും. അത്രയൊരു കൺട്രോളേ ഉള്ളൂ ഇവിടെ എല്ലാ ഭരണാധികാരികൾക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം അപ്പുറമുള്ള മാലിക്കുൽ മുലൂക്ക്, ഭരണാധികാരികളുടെ അധിപൻ, റബ്ബുൽ അർബാബ്, ദൈവികത്വം വാദിക്കുന്നവരുടെയും അധികാരം ആരോപിക്കുന്നവരുടെയും എല്ലാവരുടെയും ഉടമസ്ഥൻ അവനാരാണ്? അവനെ മാത്രമേ ആരാധിച്ചുകൂടൂ. അതാണ് ഇസ്ലാമിന്റെ നിയമം. എത്ര സാർവജനീനമാണ്! യൂണിവേഴ്സാലിറ്റിയുള്ള വിശ്വാസമാണ്. എത്ര സാർവജനീനം! ആർക്കും സ്വീകരിക്കാവുന്ന, ഏതു മനുഷ്യനും ഉൾക്കൊള്ളാവുന്ന ദൃഷ്ടാന്തം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ അത് അറബികൾക്ക് മാത്രമുള്ളതല്ല. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ, മാനവിക ലോകത്തിന് മുഴുവനും മാർഗദർശനം. ഖുർആൻ വിലക്കിയ ഏതെങ്കിലും ഒരു സാധനം മനുഷ്യന് ഗുണമുള്ളതാണെന്ന് മനുഷ്യന് പറയാൻ പറ്റുമോ? ഖുർആൻ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു തആല ഹലാലാക്കി തന്നു. എത്രയാ? ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു ഹലാലാക്കിയ വെള്ളത്തിനൊരു കയ്യും കണക്കുമില്ല. ഒരുപാട് എണ്ണം വെള്ളമുണ്ട്. ആ വെള്ളം എല്ലാം ഹലാലാക്കി, പക്ഷേ ഒരു വെള്ളം മാത്രം ഹറാമാക്കി. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. ഒരു വെള്ളം അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. വിസ്കി ആയാലും ബ്രാൻഡി ആയാലും 3X ആയാലും റം ആയാലും പട്ടച്ചാരായാലും എല്ലാം അടിസ്ഥാനപരമായി ഒന്നാണ്. ആ ഒറ്റ സാധനം നിങ്ങൾക്ക് ഹറാമാക്കി. എന്തിന്? മറ്റു അനുവദിക്കപ്പെട്ടതിന്റെ മൂല്യമറിയാൻ. ഖുർആൻ വിലക്കി ഈ കള്ള് നല്ലതാണെന്ന് പറയാൻ ഇവിടെ ഏതെങ്കിലും വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക് പറ്റുമോ? ഇല്ല. നമ്മുടെ ഗവൺമെന്റ് നോക്കുമ്പോഴും മാവേലി സ്റ്റോർ തുടങ്ങിയാൽ കിട്ടാത്ത ലാഭം ബീവറേജ് ഷോപ്പ് തുടങ്ങിയാൽ കിട്ടും. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടെന്നല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും സർക്കാരുകൾക്കോ അല്ലെങ്കിൽ വ്യവസ്ഥിതികൾക്കോ അത് അനുവദിക്കപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മുടെ രാജ്യം സംയമനം പാലിക്കുന്നതും ചിട്ടയോടെ വരി നിൽക്കുന്നതും കാണാൻ കഴിയുന്നത് അത്തരം ഷോപ്പുകളുടെ മുമ്പിൽ മാത്രമാണ്. വേറെ എവിടെ അത്ര ചിട്ട കാണാൻ പറ്റൂല. അപ്പൊ ഈ രൂപത്തിൽ കോടികൾ കുടിച്ചു തുലക്കപ്പെടുമ്പോഴും ഇസ്ലാം വിരോധിച്ച പാനീയം ശരീരത്തിന് ആരോഗ്യകരമാണെന്ന് പറയാൻ എന്നല്ല, ചുവന്ന അക്ഷരത്തിൽ ഹാനികരമാണെന്ന് എഴുതിയതിന്റെ താഴെയാണ് ഇന്നലെ പോയി കിളച്ചുണ്ടാക്കിയ 300 രൂപയും കൊണ്ട് ഗ്രാമീണൻ ഇത് വാങ്ങാൻ നിൽക്കുന്നത്. എന്തൊരു വിരോധാഭാസം! അപ്പൊ ഇസ്ലാമിന് വിലക്കിയത് തെറ്റാണോ? അല്ല. സാർവജനീനമായ ഒരു ദർശനത്തിന്റെ സാർവലൗകികമായ അവതരണമേ ഇസ്ലാം നടത്തിയിട്ടുള്ളൂ. അപ്പൊ ഖുർആൻ വിലക്കിയ പാനീയം പറ്റാത്ത പാനീയെ വിലക്കിയിട്ടുള്ളൂ. ഖുർആൻ വിലക്കിയ സാമ്പത്തിക സമ്പ്രദായം, ഖുർആൻ വിലക്കി പലിശ കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. നല്ല കാര്യമെന്ന് പറയാൻ ഇന്നത്തെ ഏതെങ്കിലും എക്കണോമിസ്റ്റുകൾക്ക് പറ്റുമോ? നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റുമോ? ആഗോള സാമ്പത്തിക ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന അമർത്യാസനെ പോലെയുള്ളവർക്ക് പറ്റുമോ? പറ്റൂല. എന്താ കാരണം? പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ആരുടെയോ കീശ കണ്ട് ടവർ ഉയർത്തിയ ദുബൈ പോലെയുള്ള വലിയ രാജ്യങ്ങൾ, അഥവാ സാമ്പത്തികമായി പളവളപ്പ് കാണിച്ച തരങ്ങൾ സാമ്പത്തിക മാന്യത്തിന്റെ പേരിൽ ക്രൈസിസ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് പ്രകൃതിയിൽ നിന്ന് ഉൽപ്പന്നമെടുത്ത് നല്ല നിലയിൽ കച്ചവടം നടത്തുന്ന സൗദി അറേബ്യയെ പോലെ, അബുദാബിയെ പോലെ, ഖത്തറിനെ പോലെ പ്രകൃതി വിഭവങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്കോണമികൾ വലിയ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ദുബൈക്കോ പ്രകൃതി വിഭവമല്ല, മാർക്കറ്റിൽ നിന്ന് വരുന്ന പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ദുബൈ അനുഭവിക്കേണ്ടി വന്നു. അതുപോലുള്ള രാജ്യങ്ങൾ അനുഭവിച്ചു, പാശ്ചാത്യ രാജ്യങ്ങൾ അനുഭവിച്ചു. ഇപ്പോഴും പെട്രോളിയം പ്രകൃതി ഉൽപ്പന്നങ്ങളുമായി അതിന്റെ അനുപാതത്തിൽ എക്കോണമി കൺട്രോൾ ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ, അവർക്ക് സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം വിലക്കിയ പലിശ സമ്പ്രദായം സാമൂഹിക ഘടനയ്ക്ക് അനുഗുണമാണെന്ന് പറയാൻ പറ്റൂല. ഇസ്ലാം മനുഷ്യന് ഗുണമേ പറഞ്ഞിട്ടുള്ളൂ.
ഇസ്ലാം മനുഷ്യന് നന്മയെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇസ്ലാം വിലക്കിയ ഖുർആൻ പഠിപ്പിച്ച എല്ലാ മഹത് ഗുണങ്ങളും മനുഷ്യന്റെ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാം പ്രസന്റ് ചെയ്യുന്ന ഏകദൈവ വിശ്വാസം സാർവജനീനമായി അംഗീകരിക്കപ്പെടാവുന്നത്. ഇസ്ലാം പഠിപ്പിച്ചു വരുന്ന അതേസമയത്ത് യൂറോപ്പ് പഠിപ്പിക്കുന്ന ദൈവവിശ്വാസോ എല്ലാവർക്കും പറ്റിയതല്ല. എന്തുകൊണ്ടല്ല? ഇന്നും അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലുമെല്ലാം ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന കുട്ടി കറുത്തവന്റെ സാഹിത്യവും വെളുത്തവന്റെ സാഹിത്യവും വേറെ വേറെ പഠിക്കണം. അങ്ങനൊന്നും ഇസ്ലാമിനില്ല. ഇസ്ലാം എല്ലാവരെയും, എല്ലാ മനുഷ്യനെയും ഒരേ ദൃഷ്ടിയിൽ അവനിൽ സൽഗുണമുള്ളവനെ നല്ലവനായി, ദുർഗുണമുള്ളവനെ താഴ്ചക്കാരനായി, ഇതുമാത്രമേ ഇസ്ലാം വിലയിരുത്തിയിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു പോയാൽ ദീർഘിച്ചു പോകേണ്ട ഈ വിഷയം സൂറത്തോടെ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ പേര് തന്നെ നോക്ക്, ഒരു പ്രദേശത്തിന്റെയും ലിമിറ്റിൽ നിർത്താൻ പറ്റുന്നതല്ല. മുഹമ്മദുൻ വ മഹ്മൂദുൻ, തുത്യർഹരായ ആൾ, സൽഗുണസമ്പൂർണതയുടെ പേര്. എത്ര സാർവജനീനമാണ് ആ പേര്. ഇനിയോ ആ പ്രവാചകരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നതോ അറബ് രാജ്യത്തെ ജനങ്ങൾക്ക് വെളിച്ചം വീശാനെന്നല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന് മുഴുവൻ കാരുണ്യം, മാനവർക്കെന്നല്ല, ഭൂതവർഗത്തിനെന്നല്ല, സസ്യവർഗത്തിനെന്നല്ല, ലതാദികൾക്കെന്ന് മാത്രമല്ല, എല്ലാത്തിനും കരുണയുടെ വർഷം കൊടുക്കുന്ന നേതാവ്. ഇതിലപ്പുറം പിന്നൊരു മതത്തിന്റെ സാർവജനീന ഭാവം എവിടുന്നാ വരേണ്ടത്? അവ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം പറയുന്ന വിശ്വാസക്രമങ്ങളെല്ലാം മാനവികതയുടെ അടിത്തറയിൽ വ്യാപിച്ചു കിടക്കുന്ന മാനുഷികതയുടെ ആകത്തുകയെ പരിഗണിച്ചുകൊണ്ടാണ്. ഇനി ഇസ്ലാമിന്റെ ആരാധനകൾ നോക്കൂ. 2 മിനിറ്റ് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം. ഇസ്ലാമിന്റെ നിസ്കാരം ഈമാനോടെ ഒരാൾ നിർവഹിച്ചാൽ സ്വർഗം കിട്ടും, സ്വർഗത്തിന്റെ താക്കോലാണ്. ഈമാനില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് വ്യായാമം കിട്ടും, ഒരു നഷ്ടവും വരാനില്ല. വ്രതാനുഷ്ഠാനം ഈമാനോടെ ഒരാൾ നിർവഹിച്ചാൽ ബാബുഹു അർ റയ്യാൻ, അയാൾക്കുള്ള കവാടം സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടം, സ്വർഗവാസിയാണ്. ഈമാനില്ലാത്ത ഒരാൾ നോമ്പനുഷ്ഠിച്ചാലോ ആരോഗ്യപരമായി ഒരുപാട് ഗുണമുണ്ട്. അതനുഷ്ഠിക്കുന്ന ആളുകൾ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ സദസ്സിലും മറ്റും ഇവിടെ വന്നിരുന്നു. ഇസ്ലാം പറയുന്ന സക്കാത്ത് സമ്പ്രദായം, അത് കൊടുത്താൽ നാളെ അവൻ സ്വർഗം കിട്ടും. വലി സക്കാത്തി ഫായിലൂൻ, അവിടുന്ന് സക്കാത്ത് നിർവഹിക്കുന്ന ആളുകളാണ്. ഉലൈക ഹുമുൽ വാരിസൂന ഹഖ, അവർ സ്വർഗം ലഭിക്കുന്നവരാണ്. ഇനി ഒരാൾ വിശ്വാസമില്ല, ഇസ്ലാമില്ലാത്ത ഒരു രാജ്യം,